നിങ്ങളുടെ വണ്ടിയുടെ ഹൈറ്റ് താഴ്ത്തണോ മറ്റേ റേസ് കാർ ലെവലില്, അല്ലെങ്കിൽ ഹൈറ്റ് കുറച്ച് കൂട്ടിയാലോ മറ്റേ ഗാങ്സ്റ്റർ ലെവല്, അല്ലെങ്കിൽ ഇത് മാറി മാറി റിമോട്ട് വെച്ച് ചെയ്യണോ? It's backed wheels. ബാക്ക്ഡ് ജീൻസ് അല്ല, ബാക്ക്ഡ് വീൽസ്. എയർ സസ്പെൻഷൻ അല്ലെങ്കിൽ ഫ്രീക്കന്മാര് പറയണ പോലെ ബാക്ക്ഡ് വീൽ. സസ്പെൻഷൻ എന്താണെന്ന് അറിയില്ലേ? വണ്ടി കുഴിയിലൊക്കെ വീഴുമ്പോൾ ആ കുലുക്കം അബ്സോർബ് ചെയ്യുന്ന സാധനങ്ങളാണ് സസ്പെൻഷൻ സിസ്റ്റം. ഈ സസ്പെൻഷൻ കുറെ ടൈപ്സ് ഉണ്ട്, അത് കുറെ ഉണ്ട്. ബാക്ക്ഡ് സസ്പെൻഷന്റെ ബേസിക്സ് എന്താ നോക്കാം. എയർ സസ്പെൻഷൻ നമ്മുടെ ബൈക്കിലൊക്കെ ഉള്ള പോലെ കോയിൽ ഓവർ ടൈപ്പ് സസ്പെൻഷൻ കണ്ടല്ലേ, സ്പ്രിംഗ് ഒക്കെ ഉള്ളത്. അതേപോലെ തന്നെയാണ് അവിടെ സ്പ്രിംഗ് ആണെങ്കിൽ അതിന് പോലെ ഇവിടെ ബാഗാണ്, എയർ ബാഗാണ്. ഹെൻസ് ദി നെയിം ബാഗ്. ഒരു കോയിൽ ഓവർ സസ്പെൻഷനിൽ മെയിനായിട്ട് രണ്ട് പാർട്സ് ഉണ്ടാവും. ഒന്ന് അതിന്റെ സ്പ്രിങ് അല്ലെങ്കിൽ അതിന്റെ കോയിൽ, രണ്ട് ഒരു ഡാമ്പർ ഉണ്ടാവും. ഡാമ്പർ എന്ന് വെച്ചാൽ ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ. ആ സ്പ്രിങ്ങിന്റെ ഉള്ളിൽ ഒരു കുഴൽ പോലെ ഭാഗം ഉണ്ടല്ലേ, അത്. ശരിക്കും ഒരു വണ്ടി കുഴിയിൽ വീഴുമ്പോണ്ടാണ് ഫോഴ്സ് ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പ്രിങ് മാത്രം മതി. പക്ഷെ സ്പ്രിങ് മാത്രം യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ങിനൊരു സ്വഭാവം ഉണ്ട്, ഒന്നുകൂടത്തെ രണ്ടായിട്ട് തിരിച്ചു വരുന്നത്. അത് കാരണം കൊണ്ട് സ്പ്രിങ് മാത്രം നമ്മൾ യൂസ് ചെയ്തതിനാൽ വണ്ടി എപ്പോഴും ഡാൻസിങ് കാറായിരിക്കും, അത്ര സുഖം ഉണ്ടാവില്ല യാത്രയൊന്നും. സോ നമുക്ക് ആ സ്പ്രിങ്ങിന്റെ വലിയ ഫോഴ്സ് ഒക്കെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവില്ലേ, അത് നമുക്ക് വേണം. എന്നാൽ ആ തിരിച്ചുള്ള വരവ്, ആ റീബൗണ്ട് നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ല. അപ്പൊ ആ വലിയ റീബൗണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പർ യൂസ് ചെയ്യണേ. ഡാമ്പറിന്റെ സെൻട്രലായിട്ടൊരു പിസ്റ്റൺ സെറ്റപ്പ് ഉണ്ടാവും. അപ്പൊ ഈ പിസ്റ്റൺ ഈ സിലിണ്ടറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിനുള്ള ഒരു ഹൈഡ്രോളിക് ഓയിൽ ഉണ്ടാവും. ഈ ഹൈഡ്രോളിക് ഓയിൽ ഈ പിസ്റ്റണിനുള്ള ചെറിയ ഹോൾസ് വഴി താഴോട്ട് മേലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ ചെറിയൊരു വർക്കിംഗ്. അപ്പോൾ ഒരു കുഴി ചാടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ ഇങ്ങനെ ഈ ഫ്ലൂയിഡിനെ താഴത്തോട്ട് പ്രസ് ചെയ്യും. അപ്പോൾ ഈ ഹോൾസിൽ കൂടെ ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഇപ്പുറത്തേന്ന് അപ്പുറത്തേക്ക് പോകും. ഈ ഹോൾസ് ചെറുതായ കാരണം കൊണ്ട് ഈ ഫ്ലൂയിഡിന് വേഗം അപ്പുറത്തോട്ട് എത്താൻ പറ്റില്ല, അപ്പോൾ പതുക്കെ പോകുള്ളൂ. അപ്പോൾ ആ വലിയൊരു ഫോഴ്സിനെ അങ്ങ് പതുക്കെ ഡാമ്പ് കളയും. സോ സഡൻ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ വലിയ കുലുക്കങ്ങളൊക്കെ ഈ ഡാമ്പർ ഡാമ്പ് ചെയ്ത് കളയണത്. ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഹൈഡ്രോളിക് ഡാമ്പറിന്റെ വർക്കിംഗ്. ഇനി വേറെ ഗ്യാസ് ചാർജ് ടൈപ്പ് ഒക്കെ ഉണ്ട്, അത് വേറൊരു മെത്തേഡിൽ വർക്ക് ചെയ്യണം. ഏകദേശം ഇത് ഡാമ്പ് ചെയ്ത് കളയലാണ് ഉദ്ദേശം. ഇതിപ്പോ കോയിൽ ഓവർ ടൈപ്പ് സസ്പെൻഷന്റെ കേസിൽ, കോയിൽ ഓവറിന്റെ കേസിൽ അവിടെ സ്പ്രിംഗ് ആണെങ്കിൽ എയർ സസ്പെൻഷന്റെ കേസ് വരുമ്പോൾ അവിടെ ഒരു എയർ ബാഗ് ആണ്, അതായത് ഒരു എയർ സ്പ്രിംഗ് തന്നെ. പക്ഷേ ഈ എയർ ബാഗിലുള്ള എയറിന്റെ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കോയിൽ ഓവേഴ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ഒറ്റ പീസായിട്ട് വരാം, അല്ലെങ്കിൽ രണ്ട് പീസ്, ഒരു ഡാമ്പർ ഒരു സ്പ്രിങ് സെപ്പറേറ്റ് ആണെങ്കിലും എളുപ്പമായിരിക്കും സംഭവം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ബട്ട് എയർ ബാഗ്സിന്റെ കേസ് അങ്ങനെയല്ല, കുറച്ച് പണിയുണ്ട്. നമുക്ക് ഈ ബട്ടൺ ഞെക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് താഴെയും പൊന്തൊക്കെ ചെയ്യണ്ടേ, പണിയുണ്ട്. എയർ സസ്പെൻഷന്റെ കേസിൽ മെയിൻ ആയിട്ട് അതിനൊരു എയർ ടാങ്ക് ഉണ്ടാവും, ഈ എയർ സ്റ്റോർ ചെയ്യാനായിട്ട്. അത് ബേസിക്കലി ട്രങ്കിലൊക്കെ ആയിരിക്കും വെക്കുക, കാരണം അത്ര വലിയ സാധനം സീറ്റിന്റെ ഇടയിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു എയർ പമ്പ് വേണം, ഈ എയർ ടാങ്കിലേക്ക് എയർ അടിച്ച് തരണ്ടേ. പിന്നെ ഒരു മാനിഫോൾഡും ഒരു കൺട്രോളറും. ചിലപ്പോൾ ഈ മാനിഫോൾഡും കൺട്രോളറും ഒറ്റ പീസ് ആയിരിക്കും, ചിലപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഈ മാനിഫോൾഡും നമ്മുടെ 4 വീലുള്ള എയർ ബാഗ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ എയർ ടാങ്ക് ആയിട്ടും മാനിഫോൾഡ് കണക്ഷൻ ഉണ്ടാവും. പിന്നെ ഒരു എക്സോസ്റ്റ് വാൽവ് പുറത്തോട്ട് കളയാനായിട്ട് വേറൊരു കണക്ഷൻ, ഒരു ഔട്ട്ലെറ്റും കൂടി ഉണ്ടാവും. ഇനി മാനിഫോൾഡ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ട്രാഫിക് സിഗ്നലിൽ പോലീസുകാരൻ ചെയ്യുന്ന പരിപാടി തന്നെ, വഴിതിരിച്ചു വിടുക. എവിടേക്കൊക്കെ കാറ്റ് പോകണ്ടേ അവിടേക്കൊക്കെ വഴിതിരിച്ചു വിടുക. അതാണ് മാനിഫോൾഡിന്റെ പരിപാടി. നമുക്ക് വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ റിമോട്ടിൽ പ്രസ് ചെയ്ത് പൊക്കാൻ വേണ്ടി കമാൻഡ് കൊടുക്കുമ്പോൾ നമ്മുടെ കൺട്രോളർ മാനിഫോൾഡ് പറയും ടാങ്കിൽ നിന്നുള്ള എയർ മൊത്തം എയർ ബാഗിലോട്ട് ഇടാൻ പറയും. അങ്ങനെ നമ്മൾ എയർ ബാഗ് വീർപ്പിക്കും. അങ്ങനെയാണ് നമ്മുടെ ആവശ്യമുള്ള ഹൈറ്റ് നമ്മൾ അച്ചീവ് ചെയ്യണേ. ഇനി വണ്ടി താഴ്ത്താനാണെങ്കിലോ കൺട്രോളർ പറയും മൊത്തം എയർ എക്സോസ്റ്റ് ചെയ്ത് കളയാൻ പറയും. അപ്പോൾ ആ എയർ മൊത്തം പുറത്തോട്ട് പോകും. ആ ഒരു സൗണ്ടാണ് സംഭവം. മറ്റേ കോയിൽ ഓവറിനേക്കാൾ ഇത്തിരി കോംപ്ലക്സ് സെറ്റപ്പ് ആണെങ്കിലും സാധനം അടിപൊളിയാണ്. ഇതാണ് എയർ സസ്പെൻഷൻ.